ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇത് ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലോട് കൂടിയ ചെറിയ പീസായിട്ടാണ് എടുത്തിട്ട്, വലിയ പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 9 വറ്റൽമുളക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 ചെറിയുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചൊന്നും ചേർക്കുന്നില്ല, വെളുത്തുള്ളിയെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകമാണ്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിപൊളി ഫുഡ് കളറൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗരം മസാലയും ചിക്കൻ മസാല ഇതിലിപ്പോൾ കിട്ടാത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ മസാല ആയിരിക്കും അല്ലേ, പുറത്തുനിന്ന് വാങ്ങിക്കുക. ബാക്കി എല്ലാം കിട്ടുന്നത് തന്നെ ആയിരിക്കും. ചില വീട്ടിലൊക്കെ ഇപ്പോൾ ചിക്കൻ മസാലയും വീട്ടിലെപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം വീട്ടിലുള്ള തന്നെയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതിയെ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈൻ ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വേണമെന്നുള്ളവർക്ക് അത് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് ഞാൻ അതിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മസാലയുടെ പകുതി ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ല പുളി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റി ഒരു ചിക്കന് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി കൂടി ആകുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ആ ചിക്കൻ ഫ്രൈക്ക്. അങ്ങനെ അത് രണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഇല്ല, ഒന്നുകൂടെ കളർ വേണം എന്നൊക്കെ ഉണ്ടവർക്ക് ഫുഡ് കളർ ചേർക്കാം. അതത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ. ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ നമുക്ക് ബാക്കിയുള്ള മസാല 1 കപ്പ് തേങ്ങ, ചിരവിയ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിരവിയ തേങ്ങയാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആ ഒരു പയ്യോളി ചിക്കൻ്റെ ടേസ്റ്റായി മാറുന്നത്. അപ്പോൾ അതിലേക്ക് ആ ബാക്കിയുള്ള മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കന് റെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ നോർമലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പക്ഷേ ഇതിലേക്ക് ഓയിൽ യൂസ് ചെയ്യരുത്, വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിലാവുമ്പോഴാണ് ഇതിന് കറക്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് പയ്യോളി ചിക്കൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നോർമലായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് കുറച്ച് വീതിയുള്ള പാനാണെന്നുണ്ടെങ്കിൽ ഇത്ര ഓയിൽ ഒഴിക്കാതെ, അങ്ങനെ ഓയിൽ ഒഴിക്കാതെ എന്ന് പറഞ്ഞാൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ച് ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഇനി ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ 2 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് വറുത്ത് കോരാം. നല്ലൊരു ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡെക്കറേഷനും ഒക്കെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഡെക്കറേഷനായിട്ട് വെക്കുകയൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പിലയും പച്ചമുളകും നമ്മളൊന്ന് വറുത്തെടുക്കുന്നത്. അത് വറുത്തെടുത്തിട്ട് ആ ഓയിലിൽ നിന്ന്, വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അതായിട്ട് ഇനി
നമുക്ക് ഇത്രയും ഓയിൽ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വെളിച്ചെണ്ണ എല്ലാം നമുക്ക് കുറച്ച് കോരി വെക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ആ ഒരു ചട്ടിയിൽ വെച്ചാൽ മതി. ബാക്കിയെല്ലാം അതിൽ നിന്ന് മാറ്റാം കേട്ടോ. എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ഓയിലിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കരിയാതെ വറുത്തെടുത്താലും മതി. നേരത്തെ പച്ചമുളകൊക്കെ ചെയ്തില്ലേ, ആ രീതിയിൽ വറുത്തെടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ വറുത്ത് കോരി മാറ്റി വെച്ചാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കരിഞ്ഞ ഒരു കയ്പ്പ് രുചി വരും. അപ്പോൾ കരിയാതെ ഈ ഒരു രീതിയിലാകുമ്പോൾ, നല്ല മൊരിഞ്ഞിട്ടുള്ള രീതിയിലാകുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ആ പച്ചമുളകും കറിവേപ്പിലയൊക്കെ അതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല യമ്മി ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ തേങ്ങയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ വരുമ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ സ്പെഷ്യൽ ആക്കുന്ന ഒന്നാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്